എല്ലാവർക്കും നമസ്കാരം. സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് നോക്കാം. Nine of Pentacles, Hanged Man, Princess of Cups, Princess of Wands, Queen of Cups, Six of Swords. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ഉന്നമനം സാധ്യമാകുന്ന ഒരു സമയമാണ്. സാമ്പത്തിക സ്ഥിതിയിൽ ഒത്തിരി നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും നേടിയെടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഒത്തിരി നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു സമയം എന്ന് പറയാവുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു എനർജി, 9 of കോയിൻസ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ബ്രേക്ക്, നമ്മൾ പറയും നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കരിയറിലെ ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ജോലി ഒരു സാധാരണ ഓഫീസ് വർക്ക് 9 to 5 ജോബ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു സിനിമ മേഖലയിൽ സിനിമ സീരിയൽ മേഖലയിലോ അല്ലെങ്കിൽ മീഡിയയിൽ ജോലി ചെയ്യുന്നവർ, യൂട്യൂബ് ചാനൽസ്, ഇൻസ്റ്റഗ്രാം, അതേപോലെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ്, അതേപോലെ പല പല അങ്ങനെയുള്ള മേഖലയിൽ മറ്റുള്ളവർക്ക് പെട്ടെന്ന് കണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പെർഫോം ചെയ്യുന്ന പെർഫോമേഴ്സ് എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവർക്കൊക്കെ വളരെയധികം സാധ്യതകളുള്ളൊരു സമയമാണ്. ചില ആളുകൾക്ക് ഗിഫ്റ്റൊക്കെ, വിലപിടിപ്പുള്ള ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടാനുള്ള ഒരു സാഹചര്യമുണ്ട്. മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ എളുപ്പം പറ്റുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അതേപോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സും പ്രോപ്പർട്ടിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റിയ സമയമാണ്. ബിസിനസ്സിൽ കുറച്ച് അലസതയൊക്കെ കാണിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങളുടെ ബിസിനസ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇൻഹെറിറ്റൻസ്, അതായത് വസ്തുവകകൾ, പാരമ്പര്യ സ്വത്ത്, നിങ്ങളായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതല്ല, പാരമ്പര്യമായിട്ടുള്ള സ്വത്തുവകകൾ പാരൻസിന്റെ കയ്യിൽ നിന്നൊക്കെ ലഭിക്കാനുള്ള സാഹചര്യം. ചില ആളുകളിൽ സമ്പത്തായിരിക്കും, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ്, പണമായിട്ട് പാരൻസിന്റെ അടുത്ത് നിന്ന് ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. മറ്റുള്ളവരെ സംബന്ധിച്ചൊരു മറ്റു ചിലരെ സംബന്ധിച്ചൊരു റിട്ടയർമെന്റ് ഫണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റും ഒക്കെ കാണുന്നുണ്ട്. ചില ആളുകൾക്ക് സംഗീത ഉപകരണങ്ങൾ ഗിഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ സംഗീതമൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ അതുപോലെയുള്ളത് ഗിറ്റാറോ എന്തെങ്കിലുമൊക്കെ, വീണ, അതുപോലെയുള്ള സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും, അല്ലാതെ ഉള്ളതും ആവാം. എന്തെങ്കിലും സംഗീത ഉപകരണങ്ങൾ ഗിഫ്റ്റായിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേപോലെ ഈ ഒരു മാസത്തിൽ നിങ്ങൾ കുറച്ച് സ്റ്റക്കായിട്ടിരിക്കുന്ന ഏത് കാര്യത്തിലാണ് നിങ്ങൾ സ്റ്റക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഫീലിങ്സിന്റെ കാര്യത്തിൽ. കാരണം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് പറ്റുന്നില്ല. ഇപ്പൊ നിങ്ങൾ പ്രണയത്തിലായിട്ടുള്ളവരാണ് എങ്കിൽ എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകണം, എവിടെ, എന്ത് എന്നൊക്കെ ഉള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ഒരു ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കൺഫ്യൂഷനാണ്. ഇപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ നിങ്ങൾക്കൊരു സംശയം വരുന്നുണ്ട്. അപ്പോൾ വിവാഹിതരായിട്ടുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ ഇത് ബാധകമാണ് കേട്ടോ. പ്രണയം നിങ്ങളുടെ ഒരു ജീവിത പങ്കാളി നിങ്ങളോടൊപ്പം, അത് വിവാഹിതരായിട്ടോ അല്ലാതെയോ ലിവിങ് ടുഗെദറോ അല്ലെങ്കിൽ പ്രണയിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചും നിങ്ങൾക്ക് കുറച്ച് സംശയമാണ് ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ. ഈ വ്യക്തി ശരിക്കും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതായിരിക്കാം. ചില ആളുകൾക്ക് ഈ പറയുന്ന വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുമായിട്ട് പ്രണയം അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടോ എന്നൊക്കെ ചിന്തകൾ നിങ്ങളുടെ മൈൻഡിലുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ഒരു ഇമോഷണലി, വൈകാരികമായിട്ട് നിങ്ങളുടെ ഒരു മനസ്സിനൊരു സന്തുലിതാവസ്ഥ ഉണ്ടാകാത്ത അവസരമാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ ശരി തെറ്റുകൾ ഭയങ്കരമായിട്ട് ആലോചിക്കുന്ന സമയമാണ്. അപ്പോൾ വ്യക്തിബന്ധങ്ങളിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം സംഭവിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ കൂടുതലായിട്ട് ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ശരി തെറ്റുകളെ ചൂഴ്ന്ന് നോക്കുമ്പോൾ ബന്ധങ്ങളിൽ പലപ്പോഴും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും
അത് ടോക്സിക്കോ അബ്യൂസീവോ ഒന്നും അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാവരിലും ഉണ്ടാവും. ആ നെഗറ്റിവിറ്റീസ് ഒക്കെ ഒന്ന് കണ്ടില്ല എന്ന് നടിക്കുന്നതിന് പകരം എല്ലാം ചൂഴ്ന്ന് ചിന്തിക്കാൻ തുടങ്ങുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അവിടെയാണ് നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറാൻ ശ്രമിക്കുക. പിന്നെ ചന്ദ്രനെ ആരാധിക്കുക ഈ അനാവശ്യമായിട്ടുള്ള സംശയങ്ങൾ, ക്ലാരിറ്റി കുറവൊക്കെ മാറാനായിട്ട് സഹായിക്കും. അതേപോലെ ഇന്ന് ഫുൾ മൂണാണ്. നിങ്ങൾ കേൾക്കുന്ന ദിവസം ഈ ഒരു ദിവസം ഫുൾ മൂണാണ്. അപ്പോൾ ചന്ദ്രനെ ആരാധിക്കുക. സ്ട്രോബെറി ഫുൾ മൂണാണ്. ഫീലിങ്സ്, ഹിഡൻ എക്സ്പ്രഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മൾ മൂൺ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്, മൂൺ റിച്വൽസ് ഒക്കെ. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതിനനുസരിച്ച് സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സിൽ നോക്കാം, അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ. പിന്നെ പ്രിൻസസ് ഓഫ് കപ്സ് എനർജിയാണ്. ചിന്താധാരകളാണ് കൂടുതലായിട്ട് നിങ്ങളെ, ചിന്തയിൽ നിങ്ങൾ കുറച്ച് പുറകോട്ടേക്ക് അല്ലെങ്കിൽ പക്വത കുറവാണ്, അല്ലെങ്കിൽ ബാലിശമായിട്ടാണ് ചിന്തകൾ പോകുന്നത്. അത് നിങ്ങൾ ഏത് പ്രായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും, ഇപ്പോൾ നിങ്ങൾ പ്രായമായിട്ടുള്ളത് ഒരു 60 ഇയേഴ്സിന് മേലെയാണെങ്കിലും, ഒരു 40 ഇയേഴ്സ്, 25 ഏതാണെങ്കിലും, ഒരു 5 വയസ്സുള്ള കുട്ടിയാണെങ്കിലും, ആ ഒരു കുട്ടിയുടേതായിട്ടുള്ളൊരു ലെവൽ ഓഫ് നിങ്ങളുടെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ ഒരു 10 വയസ്സുള്ള കുട്ടി പറയുന്ന അത്രയും യുക്തിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം നിങ്ങളുടെ ചിന്തകൾ പല വഴികാട് കയറി പോവാണ്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഓരോരുത്തരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല ചിന്താധാരയിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. സംസാരങ്ങളിൽ ഡിപ്ലോമസി നല്ലതായിരിക്കും. എല്ലാം അറുത്തുമുറിച്ച് പറയാതിരിക്കുക. കുറച്ച് മയമായിട്ട് സംസാരിക്കുക എന്നുള്ളത്, മനസ്സിലുള്ളത് അപ്പാടെ തുറന്നു പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതും, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളായിട്ടുള്ളത് അപ്പാടെ തുറന്നു പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി മയത്തിൽ പറഞ്ഞാൽ, ഇനി വിഷമമുള്ള കാര്യമാണെങ്കിലും അത് കുറച്ച് മുഖവരെയൊക്കെ ഇട്ട് മയത്തിൽ പറയാൻ ശ്രമിക്കുക. ഓക്കെ. അതേപോലെ തന്നെ പ്രിൻസസ് ഓഫ് വോൺസ് എനർജിയാണ്. ഈ ഒരു കാര്യം, പ്രിൻസസ് ഓഫ് വോൺസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി ഡിസിപ്ലിൻ, എല്ലാ കാര്യത്തിലും നിങ്ങൾ ആവശ്യത്തിൽ കവിഞ്ഞ്, ചില ആളുകൾക്ക് OCD ഒക്കെ ഉള്ളതാവാം. അതിനനുസരിച്ചിട്ട് ഡോക്ടറെ കണ്ട് ചികിത്സയിലേക്ക് പോവുക. ശരിക്ക് സീരിയസ് OCD ആണ് എങ്കിൽ, ചില ആളുകളും ഇത്തിരി മറ്റുള്ളവരെക്കാളും കുറച്ചുകൂടി വൃത്തി കൂടുതലുണ്ടാവും. അപ്പോൾ അത് OCD ആണ് എന്നങ്ങ് പറയും. OCDയുടെ സീരിയസ്നെസ് അറിയാത്തവരായിരിക്കും. അത് OCD ഉണ്ട് എങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഡോക്ടറെ കാണുക. കാരണം ഇവിടെ അല്ലെങ്കിൽ ചില ആളുകൾക്ക് ആ ഒരു സാഹചര്യം ആയിരിക്കില്ല, മറിച്ച് അവരുടെ ഒരു ഷാഠ്യമായിരിക്കാം. ഇത് ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്നുള്ളൊരു ഇതിനനുസരിച്ചിട്ട് ചിന്തിച്ചിട്ട് ഇങ്ങനെ തന്നെ വേണം എന്ന് ചിന്തിച്ച് നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു കാര്യം ഇന്നടത്ത് വെച്ചാൽ അവിടെ തന്നെ വേണം എന്നുള്ളൊരു ഷാഠ്യം കൊണ്ടിട്ടായിരിക്കാം. നിങ്ങൾക്ക് വേറെ ഇഷ്യൂസൊന്നും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങളുടെ ഇഷ്യൂസ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയാണ്. ഞാൻ ഇങ്ങനെയാണ്, ഇതിങ്ങനെ, അതുകൊണ്ട് ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളത്. അടുത്തിടയ്ക്ക് വിവാഹം കഴിഞ്ഞ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിലെ അസ്വാരസ്യങ്ങൾക്ക് ഒരു പരിധി വരെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തത് ആവാം. ഇപ്പോൾ വിവാഹിതരായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, പ്രത്യേകിച്ച് പുരുഷന്മാര്, കാരണം സ്ത്രീകൾ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം വീട്ടിലേക്കാണ് വിവാഹം കഴിച്ചു വരുന്നതെങ്കിൽ നിങ്ങൾ ജീവിച്ചിരുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇനിയും നിങ്ങൾ ജീവിക്കുന്നത്. കാരണം ഇവിടെ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. പക്ഷെ വരുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ എല്ലാ കാര്യങ്ങളും എവിടെയാണോ ഉണ്ടായിരുന്നത് ഉപേക്ഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ അവരുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ ഇഷ്ടത്തിനും കൂടി ചേർന്നിട്ടുള്ള രീതിയിൽ കൊടുക്കുന്നില്ല എങ്കിൽ ഈ ഒരു മാരേജ് സിറ്റുവേഷൻ വഷളാകുന്നുണ്ട്. പിന്നെ ഓരോ ബന്ധങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റബേണായിട്ട് നിൽക്കാതിരിക്കുക. ആവശ്യത്തിൽ കവിഞ്ഞിട്ടുള്ള ഒരു ദുർവാശിയും പിടിവാശിയും ഒക്കെ മാറ്റുക. ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. കുറച്ച് സെൻസിറ്റീവും കുറച്ച് കെയറിങ്ങും ഒക്കെ ആയാൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ വിള്ളൽ വരാതെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട്, ആ ഒരു പോസിറ്റിവിറ്റി. പലപ്പോഴും ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് അതിനനുസരിച്ച് സംസാരിക്കുക, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക, കെയർ എടുക്കുക, കുറച്ച് സെൻസിറ്റീവ് ആകുക. ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഒരുപക്ഷെ നിങ്ങൾ വളർന്നു വന്ന സാഹചര്യമായിരിക്കും, നിങ്ങൾ കണ്ടു വളർന്നിട്ട് നിങ്ങളെ ആരാണ് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത്, ആ വ്യക്തിയുടെ രീതികളും പ്രവൃത്തികളും ഒക്കെ ഏത് കാര്യത്തിലാണോ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ളത്, ആ ഒരു കാര്യം ഒഴിച്ച്
ആ വ്യക്തിക്ക് ബാക്കിയുള്ള ജീവിതവും രീതിയും പ്രവൃത്തിയും ഒക്കെ അത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ളതായിരിക്കില്ല. അപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ആ വ്യക്തിയുടെ എല്ലാ കാര്യം അതേപോലെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇഷ്ടപ്പെട്ടിട്ടുള്ള, അതായത് ഇൻസ്പയർ ചെയ്യപ്പെടേണ്ടുന്ന കാര്യം മാത്രം ഫോളോ ചെയ്യുക. ബാക്കിയുള്ളത് ചിലപ്പോൾ ആ വ്യക്തിയിൽ നല്ലതായിരിക്കില്ല. എല്ലാവരും മനുഷ്യരാണ്. അപ്പം അത് മനസ്സിലാക്കാനുള്ള ഒരു യുക്തി നിങ്ങൾ കാണിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, ദയാദാക്ഷിണ്യം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള കാര്യമാണ് ജീവിതത്തിൽ എന്നുള്ളതാണ്. ഓക്കെ. അതേപോലെ തന്നെ 6 ഓഫ് സോർട്സ് എനർജിയാണ്. വിദേശവാസവും വിദേശയാത്രയും വിദേശത്തേക്കുള്ള ജോലി കാര്യങ്ങളൊക്കെ റെഡിയാവുക, ഇങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ നിങ്ങളിൽ വരുന്നുണ്ട്. നിങ്ങൾ കടൽ കടക്കുന്ന ഒരു സാഹചര്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ, കടൽ കടന്നു പോകുന്നു, മറ്റൊരു രാജ്യത്തേക്കുള്ള ഒരു യാത്രയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പുതിയൊരു സ്ഥലം, പുതിയൊരു ജീവിതം, അങ്ങനെയുള്ള ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ജീവിതം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. അപ്പോൾ വിദേശത്തേക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർ അതിന് തുടക്കം കുറിക്കാൻ പറ്റുന്ന സമയമാണ് ഇതെന്നുള്ളത് പറയുന്നു. ഓക്കെ. ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.